ഇപ്പോൾ കെ സി വേണുഗോപാൽ സംസാരിക്കുന്നു, അതിലേക്ക്. ഇപ്പം ബാംഗ്ലൂരിൽ കർണാടകത്തിൽ കൺവേർഷൻ ബില്ല് കൊണ്ടുവന്നപ്പോൾ അത് ടാർഗറ്റ് ചെയ്ത് ക്രിസ്ത്യാനികളെയായിരുന്നു. ബിജെപിയുടെ അജണ്ട ക്ലിയർ ആണ്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും അവരുടെ അജണ്ട വളരെ ക്ലിയർ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൽ അവരുടെ അജണ്ട വേറെ അല്ല. അവരുടേതായിട്ടുള്ള ആശങ്കകളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മുനമ്പം വിഷയത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇന്നലെ കൂടിയ ഇന്ത്യ യോഗത്തിലും അതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള വികാരങ്ങളുണ്ടായി. അവർക്ക് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇന്ത്യ മുന്നണി തയ്യാറാവുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഇന്നലെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അവരുടെ കൂടെ ഉണ്ടാവും. അത് ഈ ബില്ലുമായി കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണത്തെ ന്യായീകരിക്കലായിട്ട് മാറും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ക്രൈസ്തവ സമൂഹത്തിന് എതിർപ്പുണ്ടാകുമെന്ന് ആശങ്കപ്പെടുന്നു. അല്ല, ക്രൈസ്തവ സമൂഹത്തിൻ്റെ എതിർപ്പ് എന്നുള്ളതല്ല. ഇതിനകത്ത് ഭരണഘടനയ്ക്കെതിരായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യ മുന്നണിക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു നിലപാടെടുക്കേണ്ടതായിട്ട് വരും. അതേസമയം തന്നെ KCBCയെ പോലെയുള്ള സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ആകാവുന്നതിൽ അവരോടൊപ്പം ഒന്നുകൂടി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഒരൊറ്റ ചോദ്യം കൂടെ, രാഹുൽ ഗാന്ധി ഈ ചർച്ചയിൽ പങ്കെടുത്തു? ആരൊക്കെ പങ്കെടുക്കും തീരുമാനം? 4 ദിവസമായിട്ട് ഈ ലോക്സഭാ നടപടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള. അല്ല, അദ്ദേഹം അവിടെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം പോലും ഇല്ലല്ലോ അവിടെ. അതുകൊണ്ട് ഇന്ന് പങ്കെടുക്കും, നോക്കാം. ശരി, വളരെയധികം നന്ദി.